എന്തോന്നു വെള്ള കളറിൽ പ്രേതമാണത്. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ സൊമാറ്റോ നമ്പർ 122 പോയിട്ട് സമയക്കൊണ്ടിരിക്കുകയാണ്. മണി കറക്റ്റ് 6:15 കഴിഞ്ഞ് 6:25 ആയിട്ടുണ്ട്. സമയമായി. അയ്യോ അവിടെ കോപ്പറയും കാണിക്കാതെ ഇവിടെ കാണിക്കും. എന്റെ മോള് കഴിച്ചു കൂട്ടി അവിടെ കോപ്പറയും കാണിക്കുന്നത്. അപ്പൊ ഇന്ന് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20/2/2025 വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ദിവസം ഓട്ടം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിക്കുന്നുണ്ട്. ഉച്ചക്കറോണ്ട് പോയായിരുന്നു. ഒരു 400 അടിച്ച് കെട്ടി. രാത്രി കൂടെ ഓടിക്കഴിഞ്ഞാൽ ഒരു എല്ലാം കൂടെ 1000 കെട്ടി ഫുള്ളായിരുന്നു. ആരും കിട്ടില്ല, ഒരു 850-900 ആ റേഞ്ചിൽ കേട്ടു. മതി കൂടുതൽ വേണ്ട. സമയം പോട്ടെ. അപ്പയ്ക്ക് ജോലിയുണ്ട്. ഇവിടെ കോപ്പറായി കാണിച്ച് അപ്പഴേ കോൺസെൻട്രേഷൻ പോവുകയാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഓരോ ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം. പുറത്തൊക്കെ നിൽക്കണം. ശരി പോവാ. ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ബ്ലാക്ക് ബൈസ് റെഡി ആയിരിപ്പുണ്ട്. കമോൺ ക്വിക്ക്. വൈകിട്ട് എന്തൊക്കെ വേണം? വൈകിട്ട് മാഗിയാ പാലൊക്കെ വാങ്ങിച്ചല്ലോ, വേറെ വാങ്ങിയല്ലോ ഇനി. ഓക്കെ, അവൾക്കുള്ള സ്നാക്സ് മാത്രം നാളത്തേക്ക്. അപ്പോൾ നമുക്ക് എപ്പോഴും പോലെ നേരെ പൂജപ്പുര മെയിൻ റോഡ് പോകാം അല്ലേ? അവിടെ പോയി ഫസ്റ്റ് ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗോയ്സ്, പോയിട്ട് ബൈ. ഇപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. നേരെ പോവാം. കമോൺ ക്വിക്ക്. ഒരു 15 മിനിറ്റ് പൂജപ്പുരം നോക്കി ഒരു ഓർഡർ അടിക്കണില്ല. എന്ത് ചെയ്യാൻ? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. സ്വന്തം കാര്യം ഓർഡർ ഇല്ലെന്നുണ്ടെങ്കിൽ അത് എന്ത് മഹാഭാവം എന്ന് അറിയുമോ. നേരെ എങ്ങോട്ടെങ്കിലും പോവാം. എപ്പോഴും പോലെ വഴുതേക്കാടിന് വേറെ അങ്ങോട്ട് പോകാൻ ഭയങ്കര ദേഷ്യം വരും. നമ്മൾ ഓൺലൈൻ ആയിക്കഴിഞ്ഞാൽ ഓർഡർ അടിച്ചു വേണം, നിൽക്കാൻ പാടില്ല. ആ ഒരു ഫാമിലി പോയാലും രസമുള്ളൂ. ചുമ്മാ കിടന്ന് ഇങ്ങനെ കുറ്റി അടിച്ചിരുന്ന് ശോകം അടിച്ച് ഒരുമാതിരി ഇൻട്രസ്റ്റ് കുറയാണ്. വ്ളോഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറയാണ്, ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് കുറയാണ്. ശോകം ഓർഡർ ശോകം. ഇൻസെന്റീവ് അടിച്ചില്ലെങ്കിൽ തേപ്പാണല്ലോ. വായിക്കാതെ എന്തൊക്കെയോ പാട്ട് പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഭയങ്കര ശോകം കേട്ടോ. ഇന്നത്തെ ദിവസം ഭയങ്കര മോശമാണല്ലോ. സ്ഥിരമായിട്ട് കറക്റ്റായിട്ട് ഓടുന്നവർക്ക് മാത്രമാണ് കറക്റ്റായിട്ട് ഓർഡർ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പഴയ പോലെ സ്ഥിരമായിട്ട് ഇറങ്ങിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓർഡർ അടിക്കുന്നത് കുഴപ്പമില്ലാതെ. ചില സമയത്താണ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്. അത് വിഷയം. പോട്ടെ എണ്ണ എന്ത് സ്ലോ ഉണ്ടാകും. ഇങ്ങനെയും മോണിൽ എന്നെ പോകാൻ സമ്മതിക്കില്ല. എന്ത് കാണിക്കണം? പക്ഷേ ഇത് എന്തോന്ന് ഇടപാടിത്. വന്നിട്ട് 1.25 മണിക്കൂർ അടുപ്പിച്ച് ഒരു ഓർഡർ അടിച്ച് എതിരായിട്ട്. മണിപ്പോൾ 7:15 മണിയായി. ഇങ്ങനെ പോയാൽ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും, എങ്ങനെ അമ്പാനിയാൻ പറ്റും? വെറുപ്പീര്, സത്യം പറ മുട്ട വെറുപ്പീരായി പോട്ടെ അത്. പക്ഷേ എവിടെ പോയി നിൽക്കാം? ഇതാണ് മെയിൻ സിറ്റി, മെയിൻ സ്പോട്ട്. ഇവിടെ നിന്ന് ഓർഡർ അടിച്ചില്ല പിന്നെ എവിടെ പോകും ഞാൻ? അങ്ങോട്ട് പോയി നോക്കാം. സംസം പാളയത്ത് പോകും. അവിടെ പോയി നിൽക്കി ചിലപ്പോൾ ഓർഡർ അടിക്കും. എനിക്ക് വിശ്വാസമില്ല ഓർഡർ അടിക്കും എന്നുള്ള കാര്യത്തിൽ. കാരണം ഇവിടെ നിൽക്കുന്ന വേസ്റ്റാണ്, ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ മിനിറ്റ് വിലപ്പെട്ടതാണ്. എനിക്ക് അമ്മോ എവിടെ പോയി നിൽക്കാം മനസ്സിലാവില്ല. എങ്ങോട്ട് പോവാൻ? ഒരു കാര്യം, ഞാൻ തമ്പാനൂർ കിള്ളിപ്പാലം പോവാം. ഉമ്മ കിടന്ന് കറങ്ങിയാണ് സിറ്റിക്കകത്ത്. ഇതുപോലത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വെറുതെ പെട്രോൾ കത്തി പോകണമല്ല, കയ്യിലഞ്ച് പൈസ വരില്ല. ഇന്ന് വൈകുന്നേരം കൂടുതൽ ഓർഡർ ഒന്നും വേണ്ട, ഒരു 4 ഓർഡർ മതി. ഇൻസെൻറ്റീവ് അടിക്കും. ഇപ്പോൾ മൊത്തം 10 ഓർഡറാണ് ഇൻസെൻറ്റീവ് ഉള്ളത്. ഇപ്പോൾ ഈ 4 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാമായിരുന്നു. ആട്ടോക്കാരണ്ണ ഇപ്പുറത്തെ കാരണം അവിടെ കയറല് കുറേ എരിച്ചിലാർക്ക്. പക്ഷേ എന്നാ വാഴക്കടാ അത്. എതുവും ഇങ്ങ സെറിയുമില്ല തവറുമില്ല പോടാ. അങ്ങനെയൊക്കെ കുമാർ കഫേ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാൽ മതി, ഇവിടെ നിന്ന് പോകണ്ട മതി. ഇവിടെ നിന്ന് ഓർഡർ അടിക്കാൻ അടിക്കട്ട്, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാം. വേറെ ചെയ്യാൻ പറ്റും. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറുണ്ട്. ഒരു ഓർഡർ പോലും അടിക്കണില്ല. അതിന് ഐശ്വര്യമായി ഇത്ര നേരം കാത്തിരുന്നതിൻ്റെ പേരിൽ ഒരു വലിയ ഓർഡർ അടിച്ചിട്ടുണ്ട്. 15 കിലോമീറ്റർ. അക്സെപ്റ്റ് ഓർഡർ കോഡ് ബാക്ക് ആൻഡ് കോർണർ. അത് അവിടെയാണ് അപ്പുറത്ത്. എന്തോന്ന്? ഐ ഹാവ് എ ഡെലിവറി ബാഗ്. ഐ വിൽ ഹാൻഡിൽ വിത്ത് പാക്കേജ് കെയർഫുള്ളി. ഐ വിൽ റൈഡ് മൈ ബൈക്ക് ബിലോ 30 km/h. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പേര് മറന്നുപോയല്ലോ. ശ്യാം. നമ്മളെ LAPG ഗ്യാങ്ങിലെ ആളാണ്. കൈവിടും വാ, വ്ളോഗിൽ വരട്ടെ. പുള്ളിക്കാരൻ സ്റ്റൈലുണ്ട്. റമോയാണ് അല്ലേ, ഹന്യൻ സിനിമയിലെ. മുടിയൊക്കെ വളർത്തി. മുടി എങ്ങനെയുണ്ട് വളർത്തപ്പോൾ? ഞാൻ വളർത്താൻ ആഗ്രഹമുണ്ടോ എനിക്ക് ഇതുപോലെ? മതിയല്ലേ? സൂപ്പർ അല്ലേ അല്ലേ? പക്ഷെ ചില സമയത്ത് വീട്ടിലിരിക്കും അടിപൊളിയായിരിക്കും. വെളി ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഹെൽമെറ്റ് വെച്ച് പുറത്തിറങ്ങുമ്പോഴേ അതാണ്. അപ്പോൾ എന്തായാലും ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് അല്ലേ? ഓർഡർ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരൻ. ഓർഡറില്ല, എനിക്ക് ഓർഡറില്ല. എനിക്ക് 1.5 മണിക്കൂറേ ഒരു ഓർഡറില്ല. ഇപ്പോൾ അടിച്ചേ ഉള്ളൂ. നിങ്ങൾ എത്ര? 1 മണിക്കൂർ വെയിറ്റ് ചെയ്തില്ലേ? ആർക്കും ഓർഡർ ഇല്ല. അതാണ് വിഷയം. എന്ത് സംഭവം അറിഞ്ഞൂടോ? സൊമാറ്റോ ആപ്പിൽ ആരോ കൂടോത്രം ചെയ്താണ് കേട്ടോ. പോട്ടാ. അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിക്കാൻ 2 മണിക്കൂറായി. 6 മണിക്ക് ഇറങ്ങിയത് മണി പെട്ടാവറായി. 2 മണിക്കൂറിൽ ഒരു ഓർഡർ. എവിടുത്തെ കളിയാണെന്തോ മനസ്സിലാവുള്ള. എഴുതാനാ? പ്ലീസ് റൈറ്റ്. എഴുതാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡാഡ് എന്ന് പറഞ്ഞോണ്ട്. പിന്നെ സ്മൈലി കാര്യങ്ങളൊക്കെ, ഹാർട്ടൊക്കെ വേണോ? സ്മൈലി ഹാർട്ടൊക്കെ വേണോ? നടുവിൽ മാനേ തേനെ പൊന്മാനേ ഇതെല്ലാം പോട്ടുക്കണം. അപ്പോൾ ഇന്ന് ഡാഡിയുടെ പിറന്നാളാണ്. അപ്പോൾ പോകാം. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. കേക്ക് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഹാൻഡിൽ ചെയ്യേണ്ടത്. പൂ പോലെ കൊണ്ടുപോകണം.
അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ബാലരാമപുരമാണ്. ഇവിടുന്ന് കറക്റ്റ് 16 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ചോക്കോ ടർഫിൽ കേക്കാണ്. അതുകൊണ്ട് പതുക്കെ വേണം പോകേണ്ട. സുതീഷ് ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് പറത്തി വിട്ടുകളായി. അതുകൊണ്ട് മാക്സിമം പതുക്കെ പോയത്. അയ്യോ പറഞ്ഞ് തീർന്നില്ല, ബ്രേക്ക് അടിച്ചു. കേക്കിൻ്റെ ഷേപ്പ് മാറിക്കാണോ. പിന്നെ ഇന്നത്തെ വൈബ് എന്ന് പറയുമ്പോൾ ഒരു നല്ല വൈബായിരുന്നു. ഈ ഓർഡർ ഷോകം കാരണം വൈബെല്ലാം പോയി അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. മനസ്സ് കംപ്ലീറ്റ് തകർന്ന്. ഇനി ഒന്നേ ഒന്ന് പിടിക്കണം. വേറെ വിഷയമൊന്നുമില്ല. ഒരു 4 ഓർഡർ അടിച്ചാൽ മതി, ഇപ്പം ആക്റ്റീവ് ആവും. യാറയും നമ്പാതെ നമ്പിനാൽ മാറാതെ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയാലേ വൈബ് ഉണ്ടാവുള്ളൂ. അറിയാലോ, കഴിഞ്ഞ 2 മാസം ഭയങ്കര ഗ്യാപ്പായിരുന്നു. അത് കാരണം ഫുൾ ചാനൽ ഡൗൺ ആയി കിടക്കുകയാണ്. ഒന്നേ പിടിച്ച് വരാൻ പാടെന്ന് പറയാമോ. അപ്പോൾ അങ്ങനെ ഹൈവേ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുള്ള ചെറിയ റോഡാണ്. ഇത് ഭയങ്കര ടാസ്ക്കാണ്. ഈ വോൾവോ അണ്ണ ഭയങ്കര ശല്യമാണല്ലോ. എൻ്റെ അമ്മോ, ഇങ്ങനെ യാത്ര പോയിക്കൂടെ എപ്പോൾ പോകണം ഈ സമയത്തിനൊക്കെ. ഇതിൽ പാടെന്ന് പറയാമോ. ബാക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പറഞ്ഞു പിന്നെ വോൾവോയൊക്കെ പതുക്കെ പോകുമല്ലോ. മാക്സിമം 70-80 പോവുള്ളൂ. ആരെ കയറ്റാൻ പോകണം. പോട്ടെ കയറിയാം, ആള് കയറിയാം. പോട്ടെ ടിങ്. ശരി, മാപ്പ് നോക്കാം. ബാ, ഇതുവരെ എനിക്ക് വഴി അറിയാം. അക്കുത്തിക്കുത്താന അറിയാതെ ഈ പാട്ട് കേട്ട് പോയി. ഈ പാട്ട് മനസ്സിൽ പോണേ ഇല്ല. അക്കുത്തിക്കുത്താന. പിന്നെ മറ്റേ പാട്ടുണ്ട്, ബേബി ബേബി ബേബി. ഇനി കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ നിന്ന് കറക്റ്റ് 2.7 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ബാലരാമപുരം കഴിഞ്ഞ് നെയ്യാറ്റിൻകര എത്താറായി. തുടിക്കോട് കോണം കാവിൽ ശ്രീ തമ്പുരാൻ ക്ഷേത്രം. ഇവിടെ അത് കോവിലുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ വഴിയുണ്ടാ. എൻ്റെ അമ്മ, റെയിൽവേ ട്രാക്ക് ക്രോസിംഗ് ആണോ. എൻ്റെ അമ്മ, റോഡൊക്കെ ഭയങ്കര മോശമായിരിക്കണമല്ലോ. ഒരു ഹൊറർ ലുക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കഥ പറഞ്ഞ ഓർമ്മ വേണ്ട. എൻ്റെ സ്വന്തം സ്റ്റോറി എന്ന് പറയുമ്പോൾ ഭാവിയിൽ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ല. ആ സ്റ്റോറിയുടെ ബാക്കി പറയട്ടാ. അങ്ങനെ കൂട്ടുകാരൊക്കെ ചേർന്ന് ട്രിപ്പ് പോകുന്ന സ്ഥലം ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ പോയി ഇറങ്ങിയപ്പോൾ റൂംസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളെ പയ്യന്മാരുടെ കയ്യിൽ പൈസ കുറവാണ്. അപ്പോൾ ബഡ്ജറ്റ് നോക്കിയ റൂം ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഉള്ള പൈസയ്ക്ക് ഏറ്റവും വില കുറഞ്ഞൊരു കോട്ടേജ് കെട്ടി. പക്ഷെ ആ കോട്ടേജ് സൂപ്പറാണ് കാണാൻ. എന്തോന്നു വെള്ള കളറിൽ പ്രയാതമാണത്. ആ ചാക്ക അത് വാഴയാമത്താച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ, വാ തുറന്ന് പറഞ്ഞൂടെ. അങ്ങനെ റൂമൊക്കെ എടുത്ത് ഇപ്പം ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലാതെ പിന്നെ പറയാം. കഥകളൊക്കെ പറയുമ്പോഴേ നെഗറ്റീവ് വൈബാവും. ഈ പ്രാർത്ഥന കഥ പറയുമ്പോഴേ ചിലപ്പോൾ പറയാൻ പോലില്ല. വഴി പോണ പ്രാതമൊക്കെ നമ്മളടുത്ത് നോക്കി. ഒരു ഒറ്റ മനുഷ്യനെ കാണില്ല ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് ആരും ഇല്ലേ. ഓക്കെ, ലൊക്കേഷൻ എത്തി. ഇത് തന്നെ ഇവിടെ അല്ലേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ശരിയാണ്. അപ്പോൾ ഓക്കെ പോകാം. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, വിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എത്രയെന്ന് പറയണ്ടേ. 172 രൂപ 72 പൈസയാണ്. മൊത്തം ഓടിയത് 16 കിലോമീറ്റർ അല്ലേ. പിന്നെ അടുത്ത ഓർഡർ അടിക്കണമെങ്കിൽ സോണിൽ പോകണം. സോൺ എന്ന് പറഞ്ഞത് ബാലരാമപുരം നെയ്യാറ്റിൻകരയൊക്കെ സോണുണ്ട്. നോക്കാം. ഓർഡർ അടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. പെട്രോൾ ജിയോ പെട്രോളാണ് കേട്ടോ. ഇവിടെ 110 110 ഓക്കെ, പൈസ അടച്ചു വിട്ട് ഗൂഗിൾ പേ വഴി. 1 ലിറ്റർ 107 രൂപ 56 പൈസയാണ്. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. വേറെ ഒരു വിഷയമില്ല. നേരെ അങ്ങോട്ട് പോകാൻ ഇപ്പം ഇപ്പോഴത്തെ ബാലരാമപുരല്ലേ. ഇവിടെ നിന്ന് ഓർഡർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ KFC ഉണ്ട്. KFC കേൾക്കുമ്പോൾ പേടിയാണല്ലേ. അന്ത നരകത്തുക അങ്ങയാ, മറ്റേ KGF പറയും പോലെ. അതുകൊണ്ട് വന്ന വഴി തിരിച്ച് പോവാം. എന്നാലും പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് കാണാം 1-2. അങ്ങനെ ഐശ്വര്യമായിട്ട് 2ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെ ഇതും വലിയ ഓർഡർ ആണല്ലോ. പെൻറ്റാ ഹട്ട് റെസ്റ്റോറൻറ്റ് പള്ളിച്ചിലാകുമ്പോൾ തിരിച്ച് ബാക്കിലോട്ട് പോകണം. വരുമ്പോൾ അടിച്ചൂടെ. നേരെ പോയി യൂട്ടേൺ എടുക്കണം. ഇവിടെ 2.7 കിലോമീറ്റർ ദൂരമുണ്ട് പിക്കപ്പ് ലൊക്കേഷൻ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ റെസ്റ്റോറൻറ്റ് ഓഫ് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് പെൻറ്റാ റെസ്റ്റോറൻറ്റ്. അങ്ങനെ പറ. 3492. താങ്ക് യു. ശരി എന്നാൽ. അപ്പോൾ മൊത്തം 2 ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം 8 ഓർഡർ കംപ്ലീറ്റ് ആവും. ഇനിയുള്ളത് 2 ഓർഡർ. സമയത്തൊക്കെ സുധീഷേ, മണി 9 മണിയായി. 1 മണിക്കൂറേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് 2ാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ലൊക്കേഷൻ അഗൈൻ ബാലരാമപുരം നെല്ലിമൂടിലാണ്. ഇവിടെ കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം കപ്പ ബിരിയാണി ആണ്, ചിക്കൻ 65 ആണ്. അപ്പോൾ മണി ഇപ്പോൾ 9 മണിയായി. അത് ആലോചിക്കുന്നത് 9 മണിയാകുമ്പോൾ 1 മണിക്കൂർ സമയമുണ്ട്. 1 മണിക്കൂറിൽ 15 മിനിറ്റ് അങ്ങോട്ട് ട്രാവലിംഗ് മാത്രം പോകും. പിന്നെ തിരിച്ച് വരുമ്പോൾ 10 മിനിറ്റ് പോകും. പിന്നെ അരമണിക്കൂറിൽ 2 ഓർഡർ എടുക്കാൻ പറ്റില്ല. 1 ഓർഡർ എടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇനി 10 to 15 വരെ ബുക്ക് ചെയ്യേണ്ടിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാര്യങ്ങളൊക്കെ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നെല്ലിമൂടി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം. നേരെ പോയിട്ട് ലെഫ്റ്റാ. ഓക്കെ, അവിനാശ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുണ്ട്. അവിനാശ് ചെറിയ ഹോസ്പിറ്റലാണ്. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ നിന്ന് 150 മീറ്റർ ദൂരമേ ഉള്ളൂ. റോഡ് ഭയങ്കര മോശമായിരിക്കണല്ലോ. ഇവിടെ ഒരു ബമ്പുണ്ട്. ഇതെന്തൊരു ബമ്പ്? ഇത് വളഞ്ഞിരിക്കുന്നത് ബമ്പാ. ഇത് ബമ്പല്ല, തുമ്പിയുടെ വാല് പോലെയാണ്. ബാക്കിയാറ് ഇതായിരിക്കും കസ്റ്റമറുടെ വീട്. ഈ റോസ് കളർ കാണുമ്പോൾ റോസ് മിൽക്ക് ഓർമ്മ വരണം. ശരി, വാ വിളിച്ചു നോക്കാം. സൊമാറ്റോ ഇവിടെ എത്തിയായിരുന്നു. അവിടെയാണ്. ഓക്കെ, ഇതാവത്തി പോയി നോക്കാം. ഇവിടെ അല്ലേ 485. ചില്ലറ നോക്കട്ടെ. ബാക്കി 15 രൂപ അല്ലേ. ഇപ്പോൾ COD ആണ്, ക്യാഷ് ഓൺ ഡെലിവറി. 485 രൂപയാണ്. 500 വാങ്ങിച്ചുകൊണ്ട് ബാക്കി 14 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. കുറ്റി വീണില്ലേ? എന്തോന്ന് കുറ്റി? എവിടെ കിടക്കണേ? വീണ്. ബ്ലാക്ക് ബോയ്സിന് പോകുന്നാ. താങ്ക് യു കേട്ടോ. ഒരുപാട് കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിയിട്ട് മനസ്സിലായി. നിന്നെ നല്ലപോലെ സർവീസിന് ആഗ്രഹമുണ്ട്. സർവീസ് ചെയ്യാം. അപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, പോകുന്നാ.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ടി ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 114 രൂപ 9 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 ആയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ സമയമുണ്ട്. അരമണിക്കൂറിൽ 2 ഓർഡർ എടുക്കാൻ പറ്റില്ല, ഉറപ്പാണ്. അതുകൊണ്ട് അടുത്ത കേക്ക് ബുക്ക് ചെയ്ത് തരാം. വേറെ ഒരു വഴിയില്ല, ഇൻസെൻറ്റീവ് അടിക്കാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തേ പറ്റൂ. എട് ഓക്കെ, അപ്പോൾ 10 രൂപ ബുക്ക് ചെയ്തിട്ടുണ്ട്, ബുക്ക്ഡ്. അപ്പോൾ നമുക്കിനി 1.5 മണിക്കൂർ സമയമുണ്ട്. ഈ 1.5 മണിക്കൂറിൽ 2 ഓർഡർ സുഖമായിട്ട് എടുക്കാം. കമോൺ ക്വിക്ക് ടാറ്റ പട്ടി, ചുമ്മാ ഒരു ടാറ്റ ഇരിക്കട്ടല്ലേ. അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇവിടെ റാഫി ഹോട്ടൽ അടുത്തിനെ നേരെ പോയിട്ട് ജംഗ്ഷനിൽ റൈറ്റ്. ഓക്കെ, പോയില്ല പാടും പാട്ടില്ല ആനന്ദമാട്. ഇതിനെ റാഫി റെസ്റ്റോറൻറ്റ്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 8 മിനിറ്റാണ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, റെഡി ആയിട്ടുണ്ട് ഓർഡർ. ഇപ്പോൾ എടുക്കാം. എവിടെയാണ് പോകേണ്ടത്? അപ്പുറത്തായിരിക്കും തോന്നുന്നു, ഇവിടെ തന്നെ. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു ഓർഡർ 7186. ഇതാണ്. ഓക്കെ, ഓർഡർ പിക്ക്ഡ്. ഓക്കെ, പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെയ്യാറ്റിൻകരയാണ്. ഇവിടുന്ന് കറക്റ്റ് 5.1 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഏറ്റവും ചിക്കൻ ടിക്ക ആൻഡ് പൊറോട്ടയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:48, 9:50 ആവാറായി. അടുത്ത 1 മണിക്കൂർ ബുക്ക് ചെയ്യാണ്ട് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ഓഫ്ലൈനായി ഇൻസെൻറ്റീവ് അടിക്കാതെ പോയെന്നെ. കണ്ട, ഇതൊക്കെയാണ് ഐഡിയ, മനസ്സിലായ? ഇൻസെൻറ്റീവ് അടിക്കാതെ പോയ നഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ 1 മണിക്കൂർ വർക്ക് ചെയ്ത് കുഴപ്പമില്ല. 1 മണിക്കൂർ വേണ്ടി വരില്ല. അടുത്തൊരു ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ എടുത്ത് വീട്ടിൽ പോകാൻ തന്നെ. 1 ഗിഗ് ഇൻകംപ്ലീറ്റ് ആയി ഇൻസെൻറ്റീവ് കട്ടാവില്ല. അതേ 2 ഗിഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടാതാവും. ഇതൊക്കെ നോക്കിയാണ് വർക്ക് ചെയ്യേണ്ടത്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒന്ന് തൊഴിലിട്ട് പോയാലോ? ഇവിടെ പണി കിടക്കണം ആ കോവിലിൽ. ഓക്കെ, ദൈവമേ കാത്തോണേ, എല്ലാ അനുഗ്രഹവും വേണം. ഇവിടെ ഒരു ചെറിയ ശിവൻകോവിലുണ്ട്, ഓം നമഃ ശിവായ. അപ്പോൾ ശിവരാത്രി വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഈ മാസം 26-ന് ശിവരാത്രി വരാൻ പോവുകയാണ്. അപ്പോൾ ശിവരാത്രി റൈഡ് മിക്കവാറും കാണും. ഞാനും വൈഫുമായിട്ട് കപ്പിൾ റൈഡ്, നൈറ്റ് റൈഡ്. അപ്പോൾ ഈ ശിവരാത്രിക്ക് ലോങ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ലോങ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു നാറോൽ വരെ ഉള്ള എല്ലാ കോവിലും ഒരു 12 കോവിൽ കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഒയ്യ പുതു റോട്ടിലതാ ഒയ്യ. അവിടുത്തെ അടുത്ത് തന്നെ. ഇവിടെയാണ് ലൊക്കേഷൻ പറഞ്ഞത്, SS ഡിജിറ്റൽ. അവിടെയാണോ? ഓക്കെ, ക്യാഷ് ആണോ? ഗൂഗിൾ പേയാ? താങ്ക് യു. ഗൂഗിൾ പേ നല്ലത്. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 51 രൂപ 89 പൈസയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? വന്ന വഴി തിരിച്ച് പോകാം. അത്ര തന്നെ. ഹോട്ടൽ ഇറാനി കുഴിമന്തി. ഇവിടെ നിൽക്കാം 5 മിനിറ്റ്. ചിലപ്പോൾ ഓർഡർ അടിക്കണമെങ്കിലോ. വണ്ടി ഒതുക്ക് പോലീസ് നിൽക്കണം. ചോദിക്കുമോ എന്തെങ്കിലും? എന്തോന്ന് ചോദിക്കാം അല്ലേ? നമ്മുടെ ജോലി ചെയ്യണം, വ്ളോഗ് ചെയ്യണം, അത്ര തന്നെ. ഓക്കെ, ഇവിടെ 5 മിനിറ്റ് നിന്ന് നോക്കാം. ഓർഡർ അടിച്ചില്ലെങ്കിൽ നമുക്ക് സ്ഥലം മാറ്റാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് KFC ആണ്, നെയ്യാറ്റിൻകര. ആക്സെപ്റ്റ് ഓർഡർ കോഡ്. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഈ ഓർഡർ കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോകാം. നെയ്യാറ്റിൻകര KFCയാ? ബാലരാമപുരം അല്ലേ? ബാലരാമപുരം നെയ്യാറ്റിൻകരയാണ്. എന്തോന്ന് പറയണത്? ഇനി ബാക്കിൽ പോകണമല്ലോ. അവിടെ നിൽക്കുമ്പോൾ അടിച്ചൂടെ? തിരിച്ച് ബാക്കിൽ പോകണം. ഇത് മെനക്കേട് ക്യാസ് എന്ന് പറയാമോ? അപ്പോൾ വെടിവെച്ച കോലോടെ റൈറ്റ് ഊട്ടാൻ എടുത്താണ് പോകേണ്ടത്. ഇവിടെ 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. പിക്കപ്പിൻ്റെ പൈസ ഒന്നും തരില്ല, ഭയങ്കര ടാപ്പാണ് കാണിക്കണത്. ഇങ്ങനെയൊക്കെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? 1 കിലോമീറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല. നോക്കിയാൽ 2 കിലോമീറ്റർ പിക്കപ്പ് അടിച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും. 10 ഓർഡറൊക്കെ ആകുമ്പോൾ 20 കിലോമീറ്റർ വേസ്റ്റ് ആവേണം അവിടെ. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് KFC റെസ്റ്റോറൻറ്റ്. ബാ ഓർഡർ എടുക്കാം. റെഡി ആയിട്ടുണ്ട്. റെഡി വരും, പക്ഷേ അവിടെ റെഡി ആയിട്ട് കാണോ? അതാണ് ഡൗട്ട്. പുഷാ പുള്ളാ? കറക്റ്റാ പറ. പുഷ് എന്ന് പറയുമ്പോൾ അകത്തോട്ട്. ഓക്കെ, പുഷ്. KFC കാത്തു നിന്നാൽ ഫുഡ് കിട്ടില്ല. 5039 ചിക്കൻ ലോളിപ്പോപ്പ്. ഓക്കെ, അങ്ങനെ 4ാമത്തെ ലാസ്റ്റ് ഓർഡർ പിക്ക്ഡ്. തീന്ന്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെങ്ങാനൂർ. ഇവിടെ കറക്റ്റ് 9 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ചിക്കൻ ലോളിപ്പോപ്പാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അത്ര തന്നെ. ഒരു ഇൻസെൻറ്റീവ് അടിക്കാൻ പറഞ്ഞ പാട് നമുക്കേ അറിയുള്ളൂ. എൻ്റെ അമ്മ, ഇവിടുത്തെ കോവിൽ ഉത്സവം കേട്ടെ. ഇതാണ് കോവിൽ ശ്രീ ഉദയമാർത്താണ്ഡേശ്വരം ശിവക്ഷേത്രം. ഇപ്പോൾ ശിവരാത്രി വരാൻ പോവില്ലേ, അതിൻ്റെ ഇതായിരിക്കും. അപ്പോൾ ശിവരാത്രി വരെ ഇവിടെ ലൈറ്റിങ് കാര്യങ്ങൾ സൂപ്പറായിരിക്കും. ഇപ്പോൾ നോക്കുക, അടിപൊളിയാക്കണം. കോവിലിൻ്റെ വൈബ് കണ്ടപ്പോൾ ഒരു ഐശ്വര്യം കണ്ട. ഇപ്പം കുറച്ച് എനർജി വന്നു ഇതൊക്കെ കണ്ടപ്പോൾ. ഞാൻ എന്തായാലും 10 മണിയാണ് കണക്കിട്ടത്. ഒരു എക്സ്ട്രാ 1 മണിക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വിശപ്പ് തുടങ്ങും. ആ സമയത്ത് എന്തെങ്കിലും കഴിച്ചേക്കണം. സാറിന് ഈ സമയത്ത് വിശക്കുമ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കും. ഞാൻ ഒരു ബിസ്ക്കറ്റോ ബണ്ണോ. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും വീട്ടിൽ പോവാം. നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായി. ഈ വളവ് കഴിഞ്ഞ് ലെഫ്റ്റോ റൈറ്റോ വീട് വരും. അത് തന്നെ അപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട്. രാഗിലമ്മ ഇവിടെ അല്ലേ? ഗൂഗിൾ പേ ആണോ ക്യാഷാ? 578 ആണേ എമൗണ്ട്. ഗൂഗിൾ പേ ആണെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ക്യാഷ് ലിമിറ്റ് നടക്കണ്ട. യുവർ ക്യാഷ് ലിമിറ്റ് ഈസ് ലോ. ഇപ്പോൾ തിരിച്ച് ക്യാഷ് അടച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് ബ്ലോക്ക് ആകും. ഇനി കുഴപ്പമില്ല, ബ്ലോക്ക് ആയാലും. ഓക്കെ, താങ്ക് യു. ശരിയാ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 89 രൂപ 11 പൈസയാണ്. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 10:45 ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കിടക്കുകയാണ്. അടുത്ത ഓർഡർ അടിക്കാനൊന്നുമില്ല. എന്തായാലും ഇവിടെ നിന്ന് അറ്റം വരെ പോകുമ്പോൾ 10:50 ആവും. അപ്പോൾ ഓഫ്ലൈനിലാവാം. അങ്ങനെ ആകുമ്പോൾ ഗിഗ് ഇൻകംപ്ലീറ്റ് ആവാതെ പോവാം. ഗിഗ് ഇൻകംപ്ലീറ്റ് ആവാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെർഫോമൻസ് കൂടും. എന്തായാലും ഇത്ര നേരം വർക്ക് ചെയ്തല്ലേ, 10:50 രൂപ പോട്ട്, കുഴപ്പമില്ല. എല്ലാം കൂടെ തറയിൽ വീഴോ. 2 കവർ മാഗി 80 രൂപ. എന്തോന്ന് വാങ്ങിക്കാം സ്നാക്സ് ആയിട്ട്? 2 മതിയേ. 2 മാഗിയും മുറുക്ക് 70 അല്ലേ? 70. ഓക്കെ,
ഓക്കെ അപ്പോൾ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് 2 പേർ മാഗി വാങ്ങിച്ചുകൊണ്ട് മാഗി വൈശുട്ടി വേണമെന്ന് പറഞ്ഞു. എപ്പോഴും ബാങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വന്ന് മാഗി വേണമെന്നൊക്കെ. ഒരാഴ്ചയിലേക്ക് വാങ്ങിച്ചു കൊടുക്കും അത്ര തന്നെ. ഓക്കെ പോന്നാ. അപ്പോൾ എല്ലാം കാര്യം കഴിഞ്ഞ് ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ, ഭയങ്കര വെള്ളം താ. അപ്പോൾ BPS മലങ്കര HSS വെങ്ങാനൂർ, വലിയ സ്കൂൾ കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ ഓക്കെ പോകാന്നാ അത്ര തന്നെ. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നാക്സ് മാഗി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്, പാലും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് വാങ്ങിച്ച്. അപ്പോൾ ഇനി വേറെ സാധനങ്ങളൊന്നും വാങ്ങിയില്ല, നേരെ വീട്ടിൽ പോകുക അത്ര തന്നെ. ഓക്കെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് വീട്ടിൽ പോകാൻ കറക്റ്റ് 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവലിംഗ് വരും എന്തായാലും. വേറെ വിഷയമൊന്നുമില്ല, രാത്രി ട്രാഫിക് കുറവല്ലേ, അതുകൊണ്ട് നേരെ പറന്ന് പോവാം. കമോൺ കൊയ്ക്ക്. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗോയ്സ്, കമോൺ ഗോയ്സ്, കൊട്ടം കളിക്കണം. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത് ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. സൂപ്പറല്ലേ, മുട്ട റോസ്റ്റ്. ആഹാ, കാണുമ്പോഴേ കൊതിയാവണം. ഇന്നൊക്കെ ഒരു പൊടി എല്ലാവരും വാങ്ങ, ആൾവേസ് വെൽക്കംസ് യു. ഒരു വലിയ പീസ് ചപ്പാത്തി എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, നടുക്ക് വെക്കണം. കുറച്ച് ഉള്ളിക്കറി എടുത്ത് വയ്ക്കുക, കുറച്ച് മുട്ടയുടെ പീസ് വയ്ക്കുക, എന്നിട്ട് ഇതിനെ മടക്കണം. മടക്കിയിട്ട് 4 മടക്കിയിട്ട് സൂപ്പർ അന്തസ്. വീടെത്തി 11 മണിയായി. പിന്നെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുളിച്ച് ഫ്രഷ് വന്നപ്പോൾ 12 മണി അടുപ്പിച്ച് ആവാറേ. അപ്പോൾ കുഴപ്പമില്ല, വിശപ്പുണ്ടായിരുന്നു, വലിയ വിശപ്പില്ല, ഒരു വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ ശരിയായി. ഓക്കെ അത്ര തന്നെ. ഇന്നത്തെ ഓട്ടം കൊള്ളാം, ഇൻസെൻറ്റീവ് അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ നല്ല വയറ് കാഴ്ച കാപ്പി കുടിച്ചിട്ട് കുറച്ച് നേരം TV കാണാം, 1/2 മണിക്കൂർ കണ്ടിട്ട് കിടന്ന് ഉറങ്ങണം. നല്ല വൃത്തിയായി ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് നാളെ പഴയ പോലെ ജോലിക്ക് പോകണം, അത്ര തന്നെ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം, കട്ടക്ക് നിൽക്കണം.